എക്സംഷൻ എന്നത് മുൻ പരീക്ഷകളിൽ നല്ല വിജയം നേടിയതുകൊണ്ട് വീണ്ടും ആ വിഷയം പരീക്ഷ എഴുതണ്ട എന്നുള്ള ഒരു സൗകര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സമയം കൂടെ ബാക്കിയുള്ള വിഷയങ്ങളിൽ ചെലവഴിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ആ സമയം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏത് വിദ്യാർത്ഥിക്കും നല്ലൊരു മാർക്കോ അല്ലെങ്കിൽ നല്ല റാങ്കോ നേടാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ഇറ്റ്സ് പോസിബിൾ. An exemption student can also score a better rank. Here is our living example, Felix. Hi. Congrats for your SBR All India second and Global 8th rank. Thank you, sir. എന്നോട് കുറേ സ്റ്റുഡൻസ് പറഞ്ഞായിരുന്നു, അപ്പോഴത്തേനും എനിക്കിങ്ങനെ തോന്നി ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരുമോ ഇല്ലയെന്ന്. അപ്പം ലോജിക്ക് നമുക്ക് ആദ്യത്തെ 1 തൊട്ട് 9 വരെയുള്ള പേപ്പറുകൾ റെഗുലറായിട്ട് ക്ലാസ് എടുത്ത് പോകുന്നുണ്ടായിരുന്നു. അവരുടേതായ എക്സാംസ് 5-6 എക്സാം എടുത്തുണ്ടായിരുന്നു. പിന്നെ അവർ നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. അവർ റിവിഷൻ സെക്ഷൻസും ഫാക്കൽറ്റിയുടെ സപ്പോർട്ടും എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും റെഗുലർ ബാച്ചുകാർക്ക് കൊടുക്കുന്ന അതേ പ്രയോറിറ്റി 9 പേപ്പർ എക്സംഷൻകാർക്കും കൊടുത്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ 2 പീലർ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ 9 പേപ്പർ എക്സംഷൻ എടുത്ത് അപ്പോൾ ആദ്യം ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊഫഷണൽ ലെവൽ പേപ്പർ ഏതായിരുന്നു? ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തത് AFM പേപ്പറാണ്. AFM പേപ്പർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് SBR ഇപ്പോൾ ഗ്ലോബൽ റാങ്ക് നേടിയിട്ടുണ്ടായിരുന്ന SBR പേപ്പർ. ഓക്കെ. അപ്പോൾ ഈ 9 പേപ്പർ എക്സംഷൻ കഴിഞ്ഞ് വന്നിട്ട് ഈ 9 പേപ്പർ എക്സംഷൻ എല്ലാം എടുത്ത് ഫസ്റ്റ് ആയിട്ട് ഒരു പ്രൊഫഷണൽ ലെവൽ പേപ്പർ എഴുതാൻ വേണ്ടി പോയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? മെയിനായിട്ട് നമ്മൾ ACCയുടെ എക്സാം ആദ്യത്തെ 9 പേപ്പറിന് എഴുതിയിട്ടില്ല. ലോജിക്ക് തരുന്ന എക്സാം എഴുതിയിട്ടുള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് P ലെവലത്തെ പേപ്പറാണ് എക്സാം എഴുതാൻ പോകുന്നത്. AFM ആണ് ആദ്യമായിട്ട് എക്സാം എഴുതിയത്. മെയിനായിട്ട് എങ്ങനെയായിരിക്കും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ടെൻഷൻ എങ്ങനെയായിരുന്നു ഓവർകം ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓവർകം ചെയ്തത് AFMന്റെ പീരിയഡത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവർ FMന്റെ ബേസ് ഞങ്ങൾക്ക് നല്ലപോലെ എടുത്തു തന്നു. പിന്നെ ഇവർ കിറ്റ് കുറേ ചെയ്യിപ്പിച്ചു, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കുറേ തന്നു, റിവിഷൻ ക്ലാസ് വെച്ചു. അങ്ങനെ ഞങ്ങളെ ഫാക്കൽറ്റിയുടെ സൈഡിൽ നിന്നും കുറേ സപ്പോർട്ട് കിട്ടി. 2 ഫാക്കൽറ്റീസിനെ വെച്ചാണ് ഞങ്ങൾക്ക് റിവിഷൻ വേറെ ഫാക്കൽറ്റിയും ക്ലാസ് വേറെ ഫാക്കൽറ്റിയും വെച്ചാണ് ഞങ്ങൾക്ക് തന്നത്. ആരൊക്കെയായിരുന്നു ആ ഫാക്കൽറ്റീസ്? ഒന്ന് ക്ലാസ് എടുത്ത ശ്രാവൺ സാറായിരുന്നു. പിന്നെ റിവിഷന്റെ സമയത്ത് ആദിൽ ഷാ സാർ എന്ന് പറഞ്ഞ സാറാണ്. ആദിൽ സാറായിരുന്നു. ഓക്കെ. അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? റെഗുലർ ആയിട്ടുള്ള സ്റ്റുഡൻസിന് കൊടുക്കുന്ന പോലെയായിരുന്നു നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതോ എക്സംഷൻ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നോ? എക്സംഷൻ ഞങ്ങൾക്ക് സാറുമാരുടെ നോട്ട് ഞങ്ങൾക്ക് തരുമായിരുന്നു. ഷോർട്ടാക്കി പഠിക്കാൻ പറ്റുന്ന എളുപ്പത്തിന് ആക്കി തരുമായിരുന്നു. പിന്നെ ഒരു പ്രോബ്ലം ആണെങ്കിലും ചെയ്യാനുള്ള എളുപ്പ വഴി അവർ പറഞ്ഞു തരുമായിരുന്നു. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പം AFM ആണെങ്കിലും NPV കാൽക്കുലേറ്റ് ചെയ്യാനും റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ പ്രോബ്ലത്തിൻ്റെ PDF ഞങ്ങൾക്ക് തരുമായിരുന്നു. അത് പഠിച്ച് നല്ല എളുപ്പമെന്ന് തോന്നി എക്സാം അറ്റൻഡ് ചെയ്തു. ഫെലിക്സ്, കഴിഞ്ഞ 2.5 വർഷത്തെ യാത്രയിൽ വേരാന്ത ലോജിക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫെലിക്സിൻ്റെ ഒരു യാത്രയിൽ ഫെലിക്സിന് അനുഭവപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അവരുടെ വേരാന്തയിൽ നിന്ന് ഫെലിക്സിന് കിട്ടിയിട്ടുണ്ടായിരുന്ന സപ്പോർട്ട് എങ്ങനെയായിരുന്നു? മെയിനായിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേനും നമുക്ക് മെൻ്റലി കുറച്ച് വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഇന്ന് ഫാക്കൽറ്റീസിനോടോ അവിടുത്തെ സ്റ്റാഫായിട്ടുള്ള ആൾക്കാരോട് ചെന്ന് പറയും. അപ്പം ഫാക്കൽറ്റീസ് ആയാലും അവരുടെ ലോജിക്കൽ സ്റ്റാഫ് ആയാലും നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പഠിച്ചാൽ എന്തും സാധിച്ചെടുക്കാൻ പറ്റും എന്നവർ പറയുകയുണ്ടായി. അപ്പോൾ ഫെലിക്സ് പറഞ്ഞ പോലെ പഠിത്തത്തിൽ വേരാന്തയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ലോജിക്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന സപ്പോർട്ട് കൂടാതെ വേറെ ഏതെങ്കിലും രീതിയിൽ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ട് ലോജിക്കിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു? തീർച്ചയായും നമുക്ക് ലോജിക്കിൻ്റെ സൈഡിൽ നിന്ന് പഠിത്തത്തിലുപരി അവർ നമുക്ക് സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യാനുള്ള കുറേ ടിപ്സ് ഉണ്ടായിരുന്നു. അവരുടെ സൈഡിൽ നിന്ന് ഉപായ S+ പോലുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയുണ്ടായി. അവർ തരുന്ന ഓരോ മെഡിറ്റേഷൻ വർക്കും ഒക്കെ നമ്മൾ പഠിത്തത്തിന് മുന്നേ ചെയ്ത് നല്ല രീതിയിൽ പഠിത്തം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ ഫെലിക്സിൻ്റെ ആ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? ഈ ഒരു ACCയിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ACCയിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപത്തെ പഠന രീതിയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പഠന രീതിയും എങ്ങനെയായിരുന്നു ഫെലിക്സ് നോക്കി കാണുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര പഠിപ്പിസ്റ്റായിട്ടുള്ള ഒരാളല്ലായിരുന്നു. ഞാൻ വേറെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് +2-ലാണേലും 80% മാർക്കേ ഉള്ളായിരുന്നു. അപ്പം ACC വന്നത് പിന്നെ ലോജിക്കിൽ നിന്നുണ്ടായ സപ്പോർട്ട് വെച്ചാണ് ഇത്ര എത്താൻ പറ്റിയത്. ലോജിക്കിൽ നിന്നുള്ള ക്ലാസ്സസ് ആണെങ്കിലും പിന്നെ അവർ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും പിന്നെ അവിടുത്തെ ഫാക്കൽറ്റി സപ്പോർട്ട് ആണെങ്കിലും ഞങ്ങൾക്ക് കുറേ ഹെൽപ്പ് ചെയ്തു. അവിടുത്തെ ഞങ്ങളെ പഠിപ്പിച്ച ഫാക്കൽറ്റി ഓരോ ദിവസവും നോട്ട് തരും, ഇന്നത് പഠിക്കണമെന്ന് പറഞ്ഞ് PDF ഉണ്ടാക്കി തരും. അത് നമ്മൾ
മുടക്കാതെ ഡെയിലി പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് അവസാനമാകുമ്പോഴത്തേനും എക്സാം നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഡെയിലി പഠിച്ചു പോകാതെ അവസാനം എല്ലാം കൂടെ പഠിക്കാൻ നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ എക്സാം നമുക്ക് കുറേ ടഫായിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു 11 പേപ്പറിൻ്റെ ഒരു യാത്രയിൽ എല്ലാ പേപ്പേഴ്സും സെൽഫായിട്ടായിരുന്നു, അതായത് തനിയെ ഇരുന്നിട്ടായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നേ, അതോ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കൂടെ ഒരു കമ്പൈൻ സ്റ്റഡി ആയിട്ടായിരുന്നു നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നേ? ഞാൻ മെയിനായിട്ട് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തേനും അവിടെ ഞാനും അബീത്ത് എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ രണ്ടും ഒരുമിച്ച് റൂമിലായിരുന്നു. അപ്പം ACC തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ പ്ലസ് ടു, പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. അപ്പോൾ അവിടുന്ന് ACC ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അപ്പോഴത്തേനും ACC ആദ്യമേ തൊട്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ പഠിച്ചത്. കമ്പൈനായിട്ട് പഠിക്കുന്ന ഗുണം എന്നാന്ന് വെച്ചാൽ അവർ ഡൗട്ട് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ പിന്നെയും ഇമ്പ്രൂവ് ആകാൻ പറ്റും. അങ്ങനെ സെൽഫായിട്ട് പഠിക്കുന്നതിലും കുറച്ചുകൂടെ നല്ലത് കമ്പൈനായിട്ട് പഠിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ട്. ഫെലിക്സ് ഇപ്പോൾ ACCയിൽ SBR എന്ന് പറയുന്ന പേപ്പർ എഴുതി ഓൾ ഇന്ത്യ 2nd റാങ്കും ഗ്ലോബൽ 8th റാങ്കും നേടി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എന്താണ് ഫെലിക്സിന് തോന്നുന്നത്? ഈ ഒരു റാങ്കിനെ പറ്റി വീട്ടുകാരോട് പറഞ്ഞ സമയത്ത് പാരൻസിന് ഉണ്ടായിരുന്ന ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ റാങ്ക് കിട്ടി എന്ന് അറിഞ്ഞ സമയത്ത് എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് തോന്നി. അത് പേരൻസിനോട് പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ അവരാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഈ റാങ്കിലേക്ക് എത്തിക്കാനുള്ള കാരണം. പേരൻസിന് നല്ല സന്തോഷമുണ്ടായി. ഇത്രയും നല്ല മാർക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേനും അവർക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടായി. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ലോജിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനോടാണ്. ലോജിക്കിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടാണേലും പിന്നെ സാറിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടാണേലും ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തു. പിന്നെ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയാനുണ്ട്. ഇത്ര അച്ചീവ്മെൻറ്റ്സ് എനിക്ക് കിട്ടിയതിൽ ഞാൻ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിനോട് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോഴത്തേനും ഇങ്ങനെ കറക്റ്റായിട്ടുള്ള സപ്പോർട്ടും കറക്റ്റായിട്ടുള്ള മെൻറ്ററിങ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഏതൊരു ആവറേജ് സ്റ്റുഡൻസിനും ഈ നല്ല ഒരു പൊസിഷനിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു 9 പേപ്പർ എക്സാംഷൻ എടുത്തു വന്ന SBR എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ ഈ ഒരു ഹൈ സ്കോറിൽ ഗ്ലോബൽ റാങ്കും ഓൾ ഇന്ത്യ 2nd റാങ്കും നേടിയെടുക്കുന്ന ഈ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു നിൻ്റെ ആ ഒരു SBRലേക്ക് വന്ന അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ FR നമ്മൾ എക്സാം എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോഴത്തേനും ആരോ ടെൻഷൻ ഉണ്ടായിരുന്നു. FR പഠിക്കാൻ എക്സാം എഴുതാതെ എങ്ങനെ SBR അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു SBR അല്ലെങ്കിൽ FR എക്സാം എഴുതാതെ SBRലേക്ക് വന്ന സമയത്ത് എന്തെങ്കിലും ചാലഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് FRൻ്റെ ബേസ് ഞങ്ങൾ മറന്നു പോയായിരുന്നു കുറച്ച് നാളുണ്ട്. അപ്പോഴത്തേനും ഞങ്ങൾക്ക് ബേസ് എടുത്ത് തരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും ലോജിക്കിൽ നിന്ന് ഞങ്ങൾക്ക് SBR പഠിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യമേ ഒരാഴ്ച FRൻ്റെ ബേസ് എടുത്ത് തന്നായിരുന്നു. അത് ഞങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്തു. അതുപോലെ തന്നെ SBR ആ കൂടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റി. ഫെലിക്സിൻ്റെ രണ്ടാമത്തെ P ലെവൽ പേപ്പറായിരുന്നു SBR അല്ലേ? ഫെലിക്സിൻ്റെ ഫസ്റ്റ് P ലെവലായിട്ടുള്ള AFM ആയാലും SBR ആയാലും ഫെലിക്സ് നല്ല ഹൈ സ്കോറിലായിരുന്നു മാർക്ക് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് AFM-ലും ടോപ്പ് സ്കോറർ ഫെലിക്സിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ AFM-ലും ഇതിലും SBR-ലും ഈ ഒരു ഹൈ സ്കോറിലേക്ക് ഫെലിക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെലിക്സിൻ്റെ ആ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഈ ഒരു ഹൈ സ്കോറിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു ഫെലിക്സിൻ്റെ? നമ്മൾ വെറുതെ പഠിക്കുമ്പോഴത്തേനും നമ്മൾ വെറുതെ ചുമ്മാ വായിച്ചു വിട്ട് പഠിച്ചു പോകാതെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഷെഡ്യൂൾ വെച്ച് പഠിക്കുക. അത് നമുക്ക് നല്ല ഗുണം ചെയ്യും. അപ്പം ഞങ്ങൾക്ക് ലോജിക്കിൽ നിന്നാണേലും ഞങ്ങൾക്ക് ഒരു മാസം ലീവ് ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി. അപ്പോഴത്തേനും അവർ ഷെഡ്യൂൾ ഇട്ട് തരുമായിരുന്നു. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ദിവസം ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രോപ്പർ ആയിട്ടുള്ള ഷെഡ്യൂൾ ഇട്ട് തരുമായിരുന്നു. അത് ഞങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു. പിന്നെ പാസ്റ്റ് പേപ്പേഴ്സ് ആണെങ്കിലും കുറേ പ്രാക്ടീസ് ഞങ്ങൾ ചെയ്യുകയുണ്ടായി. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറച്ചു. അത് വളരെ നല്ല ഒരിതായിട്ട് തോന്നി. അങ്ങനെ എനിക്ക് SBR ഇത്ര നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. നിന്നെ പോലെ ഒരു ഗ്ലോബൽ റാങ്ക് അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ റാങ്ക് സ്വപ്നം കാണുന്നത് ഇപ്പോൾ നിലവിൽ ACC എക്സാംഷൻ റൂട്ടിൽ ജോയിൻ ചെയ്ത പിള്ളേർക്കും അല്ലെങ്കിൽ ഇനി ACCയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന പിള്ളേർക്കും ഫെലിക്സിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുമ്പോഴത്തേനും ചുമ്മാ അതിലേതിലും നോക്കി പഠിക്കാതെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഷെഡ്യൂൾ വെച്ച് പഠിക്കുക. എല്ലാ ദിവസവും നല്ല രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നും.
മറിച്ച് എല്ലാ ദിവസവും പഠിക്കാതെ ചുമ്മാ നടന്നിട്ട് അവസാനം എക്സാം ആകുമ്പോഴത്തേനും പഠിക്കാതെ നിന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് നമ്മുടെ എക്സാമിനെയും അഫക്റ്റ് ചെയ്യും. അതുപോലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേനും പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാനാണെങ്കിൽ തന്നെ ഒത്തിരി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചായിരുന്നു. അപ്പോഴത്തേനും ഇത്രയും 21 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഞാൻ പഠിക്കുന്ന ലോജിക്ക് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നി. അപ്പം എൻ്റെ വീട് മുണ്ടക്ക ആയതുകൊണ്ടും എനിക്ക് കോട്ടയം ബ്രാഞ്ചാണ് കുറച്ച് യാത്ര ചെയ്യാൻ ആയിട്ടുള്ള എളുപ്പമുള്ള ബ്രാഞ്ച്. അപ്പം അവിടെ അഡ്മിഷൻ എടുത്തു. അവിടുത്തെ ഹെഡായ ശ്യാം സാറിനോടൊക്കെ സംസാരിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവിടെ അഡ്മിഷൻ എടുക്കുകയുണ്ടായി. അപ്പോഴത്തേനും ഇത്ര നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുവാണെങ്കിലും അവരുടെ രീതിയിൽ അവരുടെ സിസ്റ്റം പോലെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് മാർക്കോടുകൂടി എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ ഉപയോഗിച്ച് പഠിക്കുക, പ്രോപ്പറായിട്ടുള്ള ഷെഡ്യൂൾ ഉപയോഗിച്ച് പഠിക്കുക. അന്നന്ന് പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സുകളിൽ നിന്ന് തരുന്ന നോട്ട് വെച്ചാണെങ്കിലും ഫാക്കൽറ്റീസ് പറയുന്ന പോലെ അന്ന് പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോഴത്തേനും വിചാരിക്കും ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിക്കും. അങ്ങനത്തെ ചിന്തകൾ എനിക്കും ഉണ്ടായിരുന്നു. അത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഇന്ന സമയം കൊണ്ട് പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക, അന്ന് നല്ലപോലെ പഠിക്കുക. പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗമാണെങ്കിലും കുറച്ച് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പ്രോപ്പറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിപ്പോൾ പഠിക്കുന്നതാണേലും 21 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വരാന്ത ലോജിക് എന്ന സ്ഥാപനമാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം എൻ്റെ വീട് ഇപ്പോൾ മുണ്ടക്കയാണ്. അതുകൊണ്ട് കോട്ടയം എനിക്ക് അടുത്ത സ്ഥലമായതുകൊണ്ട് കോട്ടയത്തെ ബ്രാഞ്ചിലെ ലോജിക്കിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. അവിടുത്തെ ബ്രാഞ്ച് ഹെഡായ ശ്യാം സാറായിട്ട് സംസാരിച്ച് അവിടുത്തെ അഡ്മിഷനൊക്കെ സെറ്റാക്കി എടുത്തു. പിന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് ആണെങ്കിലും അവർക്കൊരു സ്ട്രക്ചർ കാണും. ആ സ്ട്രക്ചർ വെച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹായ്, എൻ്റെ പേര് ഫെലിക്സ് റോയ്. എനിക്കിപ്പോൾ കറൻ്റ്ലി 21 വയസ്സാണുള്ളത്. എൻ്റെ വീട് മുണ്ടക്കയം ഏന്തേർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, വല്യമ്മ, അനിയൻ ആണുള്ളത്. ഞാനിപ്പം കറൻ്റ്ലി കോട്ടയം ലോജിക്കിലെ ഇൻറ്റിഗ്രേറ്റഡ് ബാച്ച് ACC സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഈ കഴിഞ്ഞ ഡിസംബറിൽ എഴുതിയ P ലെവൽ പേപ്പറായ SBRൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേനും എനിക്ക് ഇന്ത്യൻ ലെവലിൽ 2nd റാങ്കും ഗ്ലോബലി 8th റാങ്കും കിട്ടുകയുണ്ടായി. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് വരാന്ത ലോജിക്കിനോടാണ്. അവർ എന്നെ കുറേ അധികം ഹെൽപ്പ് ചെയ്തു. പഠിക്കാനാണേലും പിന്നെ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനാണേലും എല്ലാത്തിലും കുറേ അവർ ഹെൽപ്പ് ചെയ്തു. പിന്നെ രണ്ടാമതായിട്ട് നന്ദി പറയാനുള്ളത് എൻ്റെ പേരൻസിനോടാണ്. അവരും എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്തു. നല്ല രീതിയിൽ പഠിക്കുക, നല്ല നിലയിലെത്താൻ പറ്റും എന്ന് മോട്ടിവേറ്റ് ചെയ്യുകയുണ്ടായി. പിന്നെ മൂന്നാമത് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത്. പിന്നെ എല്ലാവരും നല്ലപോലെ പഠിച്ചാൽ എന്തും നേടാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നല്ലപോലെ പഠിച്ചു പോവുക. അപ്പം താങ്ക് യു ലോജിക്.